ആത്മബന്ധു, ഈ ജീവിതം നനവുള്ള പാടത്ത് വിതയ്ക്കപ്പെട്ട ഒരു വിത്തുപോലെയാണ്. നനവും സൂര്യപ്രകാശവും മണ്ണിൻ്റെ സ്നേഹവും ചേർത്ത് പിടിച്ച് അത് മുളയ്ക്കും. മുളച്ച് പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. ജീവിതത്തിൻ്റെ സ്വാഭാവികമായൊരു രീതിയാണ് അത്. ആ സ്വാഭാവികതയ്ക്ക് നമ്മളെ വിട്ടുകൊടുത്തുകൊണ്ട് ഈ ദിവസം, ഈ രാത്രിയെ സ്വീകരിക്കാം. ദിവസത്തിൻ്റെതായ എല്ലാ ആയാസങ്ങളും പ്രയാസങ്ങളും മറക്കാം. ചിന്തകളെ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളുക. ചിന്തയിലേക്ക് എന്തു വന്നാലും ആ ചിന്തയെ ആ നിമിഷം അംഗീകരിക്കുക. ഒരു ഗുരു തൻ്റെ ശിഷ്യനിൽ ഒരുപാട് തൃപ്തിയുള്ള ആളായിരുന്നു. കാരണം ഗുരു എന്തു പറയുന്നുവോ അതൊക്കെയും ആ ശിഷ്യൻ സദാ മനഃപ്പാഠമാക്കിയിരുന്നു. ഗുരു പറയുന്ന ഓരോ വാക്കും വേദങ്ങളും വേദാന്തങ്ങളും ഒക്കെ മനഃപ്പാഠമാക്കിയ ശിഷ്യൻ. പക്ഷേ ശിഷ്യൻ്റെ മുഖത്ത് ഒരിക്കലും ഒരു തൃപ്തി, ഒരു സന്തോഷം ഗുരു കാണുകയുണ്ടായില്ല. ഗുരു ചോദിച്ചു, ഇത്രയൊക്കെ അറിയാമായിരുന്നിട്ടും, എന്തൊക്കെ ഇതുവരെ പഠിപ്പിച്ചുവോ അതിലെ ഓരോ വാക്കുകളും നിനക്ക് മനഃപ്പാഠമായിട്ടും എന്തുകൊണ്ട് നിന്റെ മനസ്സ് തെളിയുന്നില്ല, നിന്റെ മുഖം തെളിയുന്നില്ല? എന്ത് ചിന്തയാണ് നിന്നെ അലോസരപ്പെടുത്തുന്നത്? ശിഷ്യൻ പറഞ്ഞു, ഗുരു, ശരിയാണ്, ഞാൻ അങ്ങ് പറഞ്ഞതെല്ലാം മനഃപ്പാഠമാക്കിയിട്ടുണ്ട്. അതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്, എനിക്കറിയാം. പക്ഷേ മറന്നു പോകുമോ എന്ന് ഭയം. ആ ഭയമാണ് എന്നെ അസ്വസ്ഥമാക്കുന്നത്. പോരാത്തതിന് പഠിച്ചു വെച്ച രീതികൾ ശരിയാണോ എന്ന ആശങ്കയുമുണ്ട്. നമുക്കുമില്ലേ തുറന്നു പറയാൻ? നമ്മളും ഇതുപോലെ നമ്മുടെ കൈവശമുള്ള അനുഗ്രഹങ്ങളെയെല്ലാം അനാവശ്യമായ സംശയങ്ങൾ കൊണ്ട് നിറയ്ക്കാറില്ലേ? വേദവേദാന്തങ്ങൾ പഠിച്ചെടുത്തയാൾക്ക് ഭയമാണ് അത് മറന്നു പോകുമോ എന്ന്. മറന്നുപോകും എന്നത് ഒരു സത്യമേ അല്ല. പക്ഷേ മനസ്സിലറിയാതെ ആൾ വിചാരിക്കുകയാണ് മറന്നു പോകുമെന്ന്. അങ്ങനെ വിചാരിക്കുന്ന ഒരാൾക്ക് എന്ത് സംഭവിക്കുമെന്നോ? ആ മനസ്സാഗ്രഹിക്കുന്നത് ഈ പ്രപഞ്ചം സാധിപ്പിച്ചു കൊടുക്കും. മറന്നു പോവുക തന്നെ ചെയ്യും. ഏതായാലും ശിഷ്യൻ തൻ്റെ അവസ്ഥ ഗുരുവിനോട് പറഞ്ഞപ്പോൾ ഗുരു പറഞ്ഞു, നോക്കൂ, നീ പഠിച്ച വേദങ്ങൾ, വേദാന്തങ്ങൾ, നീ എന്നിൽ നിന്ന് കേട്ട ഓരോ വാക്കുകൾ, മനഃപ്പാഠമാക്കി വെച്ചിരിക്കുന്ന ഓരോന്നും ഒരു ഉപകരണം മാത്രമാണ്. പക്ഷേ യഥാർത്ഥ സത്യം അതൊന്നുമല്ല. ഈ പഠിച്ചതിൽ നിന്ന് നീ അതിനെ എങ്ങനെ പ്രയോഗിക്കുന്നു എന്നുള്ളതാണ്. അതിനാൽ പഠിച്ചത് മറന്നു പോകുമോ എന്ന ചിന്തയേക്കാൾ പഠിച്ചത് എങ്ങനെ പ്രയോഗിക്കുന്നു എന്ന ചിന്തയാണ് നിനക്ക് വരേണ്ടത് എന്ന്. ആ നിമിഷം മുതൽ ആ ശിഷ്യൻ പഠിച്ചത് മറന്നുപോകുമോ എന്ന ഭയത്തെ ഉപേക്ഷിച്ചു. പഠിച്ചതെങ്ങനെയാണ് താൻ തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത് എന്ന് മാത്രം വീണ്ടും വീണ്ടും ആലോചിച്ചു. അങ്ങനെ ആലോചിച്ചപ്പോൾ ധ്യാന നിമിഷങ്ങൾ ആ ശിഷ്യന് ലഭിച്ചു. ചിന്തകൾക്കും അപ്പുറത്ത് മനസ്സ് ഏകാഗ്രമാകുന്നത് ആ ശിഷ്യൻ അനുഭവിച്ചു. അപ്പോൾ തന്നെ പ്രത്യേകമായൊരു തൃപ്തി മനസ്സിലേക്ക് വന്നു. ആത്മബന്ധു, ഇന്ന് ഈ കഥ ഇവിടെ പറഞ്ഞു തന്നിരുന്നു. തൃപ്തി എന്നത് ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഘടകമാണ്. തൃപ്തിയില്ലാതിരുന്നാൽ നമ്മൾ നേടുന്നതൊന്നും നേട്ടങ്ങളായി നമുക്കൊരിക്കലും തോന്നുകയില്ല. അതിനാൽ നമുക്കുള്ള നേട്ടങ്ങളെക്കുറിച്ച് ആലോചിക്കുക. നമ്മുടെ അറിവ്, നമ്മുടെ ജീവിതം, നമ്മൾ ഇതുവരെ നേടിയെടുത്തതെല്ലാം നമ്മുടെ നേട്ടങ്ങൾ തന്നെയാണ്. പക്ഷേ ആ നേട്ടങ്ങൾ കൊണ്ട് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുന്നത്? ഞാൻ പഠിച്ചത് ഞാൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? എൻ്റെ ജീവിതത്തെ ആനന്ദകരമാക്കുവാൻ എൻ്റെ പഠിത്തം, എൻ്റെ നോളേജ് ഞാൻ എങ്ങനെ ഉപയോഗിക്കുന്നു? എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ ഞാൻ എങ്ങനെ ഉപയോഗിക്കുന്നു? ആലോചിച്ചു നോക്കാം. നഷ്ടപ്പെടുമോ, മറന്നു പോകുമോ, ഇല്ലാതെയാകുമോ തുടങ്ങിയിട്ടുള്ള ഭയങ്ങളെ വിട്ടുകളയുക. ആ ഭയമുണ്ടാകുമ്പോൾ നമുക്ക് ശരിക്കും നമുക്ക് എന്താണോ ഉള്ളത് അത് ആസ്വദിക്കാൻ കഴിയാതെ പോവുകയാണ്. നിങ്ങൾക്ക് മരണത്തെ ഭയമുണ്ടോ? മരണത്തെ വല്ലാതെ ഭയന്നാൽ എന്താണ് സംഭവിക്കുക?
മരണത്തെ ഭയക്കുന്ന ഒരാൾക്ക് ജീവിക്കാൻ പറ്റുമോ? രാവിലെ ഉണരുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ മരണത്തെ മാത്രം ഭയന്നുകൊണ്ടേയിരിക്കുക. അയാൾ ഈ പ്രപഞ്ചത്തെ കാണുന്നില്ല, ഈ പ്രകൃതിയെ കാണുന്നില്ല, പൗർണമി നിലാവിനെ കാണുന്നില്ല, പൂക്കുന്ന നിശാഗന്ധിയെ കാണുന്നില്ല, മനോഹരമായ ജീവിതയാത്രകൾ കാണുന്നില്ല, ജീവിതത്തിൽ വന്നു ചേരുന്ന സുഹൃത്തുക്കളെ കാണുന്നില്ല, ജീവിത അനുഭവങ്ങൾ അറിയുന്നില്ല, ഒന്നുമില്ല. പകരം അനുദിനം മരണത്തെ ഭയന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ജീവിതം ആസ്വദിക്കാൻ സാധിക്കില്ലല്ലോ. അതുപോലെയാണ് ഓരോ ഭയവും. നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന ഓരോ ഭയവും നമ്മളെ എന്താണോ നമ്മൾ അനുഭവിക്കേണ്ടത്, എന്താണോ നമ്മൾ ആസ്വദിക്കേണ്ടത്, അതിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുകയാണ് എന്ന് മനസ്സിലാക്കുക. അത് നമ്മളെ പുറത്തേക്ക് കളയുകയാണ്. അതിനാൽ അനാവശ്യ ആശങ്കകൾ മാറ്റിവെക്കുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ തന്നെ വിചാരങ്ങളെ, വികാരങ്ങളെ ശ്രദ്ധിക്കുക. ഒബ്സർവ് യുവർ ഓൺ ഇമോഷൻസ്. എവിടെയാണ് നമ്മുടെ ഇമോഷൻസ്? നമ്മളുടെ ഹൃദയം നമ്മളോട് എന്താണ് പറയുന്നത്, എന്താണ് വിചാരിക്കുന്നത്? അതിനെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് അതിലേക്ക് നമ്മൾ ആർജിച്ചെടുത്ത അറിവ്, നമ്മുടെ ജീവിത അനുഭവങ്ങൾ എങ്ങനെ ഒത്തുചേർത്ത് വെക്കാനാകും എന്ന് ശ്രദ്ധിക്കുക. ജീവിതം എന്നത് മഹത്തരമായ അവസരമാണ് എന്നും ഈ കഴിഞ്ഞു പോകുന്ന നിമിഷങ്ങളൊന്നും ഇനി ആവർത്തിക്കില്ല എന്നും മാത്രം ആലോചിച്ചാൽ മതി. ആ ഒരു വലിയ തത്വം ജീവിതത്തിൽ അപ്ലൈ ചെയ്താൽ മാത്രം മതി നമുക്ക് ആനന്ദത്തോടു കൂടിയിരിക്കാൻ, എല്ലാ ആശങ്കകളെയും ദൂരീകരിക്കുവാൻ. നോക്കൂ, ജീവിച്ചിരിക്കുന്ന ഈ നിമിഷമാണ് ഏറ്റവും വിലപ്പെട്ടത്. നാളെയാണ് ഏറ്റവും വിലപ്പെട്ടതെന്ന് കരുതരുതേ. കഴിഞ്ഞുപോയ ജീവിതമാണ് അമൂല്യമായിരുന്നത് എന്ന് വിചാരിക്കരുതേ. ഈ നിമിഷത്തോളം പ്രാധാന്യം മറ്റൊന്നിനുമില്ല. അതിനാൽ ഈ നിമിഷം ഭയമില്ലാതെ നമ്മുടെ വിചാരവികാരങ്ങളെ ശ്രദ്ധിച്ച് ആ ശ്രദ്ധയിലേക്ക് നന്മയെ കൊണ്ടുവന്ന് പൂർണ്ണബോധത്തോടുകൂടി, ശുദ്ധബോധത്തോടുകൂടി ജീവിതത്തെ നമുക്ക് ആർജവത്തോടുകൂടി സ്വീകരിക്കാനാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇന്നുറങ്ങുക. ഒരു ദുഃഖവും ശാശ്വതമല്ല, ഒരു വേദനയും ശാശ്വതമല്ല. ഇതൊന്നും എന്നെന്നും ഒപ്പം ഉണ്ടാകില്ല. പരമമായ ആനന്ദത്തെ മാത്രം സ്വീകരിക്കുക. സ്വസ്ഥരാവുക, സുഖമായി ഉറങ്ങുക. ആത്മബന്ധു. ശുഭരാത്രി.